നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടത്തിനെ പറ്റിയിട്ട് ഒന്ന് സൂചിപ്പിക്കാനാണ്. ഒരു ബൈക്ക് നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ടൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഓടി പോയിക്കൊടുക്കുന്ന ബൈക്ക് തിരിഞ്ഞ് ക്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മറിഞ്ഞിട്ട് ചെറുതായിട്ട് വീണ്, പക്ഷെ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ അതെന്താ സംഭവം എന്നല്ലേ, മറ്റ് വണ്ടിയിൽ അടിച്ചിട്ടോ ഒന്നുമില്ല. നമുക്ക് സാധാരണ പറ്റുന്ന ഒരു സംഭവമല്ലേ. സൈഡ് സ്റ്റാൻഡ് തട്ടാൻ മറന്നു നോക്കും. ഓടിക്കുന്നവർക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ സൈഡ് സ്റ്റാൻഡ് നമ്മൾ ക്ലോസ് ആക്കാൻ വേണ്ടി മറന്നു നോക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരക്കിൻ്റെ സമയത്ത് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ അതാ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരു റോഡിൻ്റെ ഒരു അങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗത്ത് എവിടെ തട്ടിയിട്ട് ഈ വണ്ടി അങ്ങനെ തന്നെ തിരിഞ്ഞു പോയി. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും അങ്ങനെ അപകടം എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ചാൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിനൊരു നിസ്സാരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയില്ലേ കുറേ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഇതിൻ്റെ ഈ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് തന്നെ. അപ്പോൾ ആ ഓയിൽ ഇടേണ്ട ആ സ്ഥലമെല്ലാം ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ബ്രേക്കിൻ്റെ പ്രശ്നം. ബ്രേക്ക് ക്യാമ് പിടിച്ച് നോക്ക്. അതിനും ഇതുപോലെ തന്നെ ഓയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. പ്രത്യേകിച്ചും മഴക്കാലത്ത് ചളിയെല്ലാം കട്ടി മണ്ണും ഇതെല്ലാം ആയിട്ട് ബ്രേക്ക് ക്യാമ് പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് ആ ഓയിൽ കൊടുക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഓയിൽ ക്യാൻ. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ നിറക്കുക. നമുക്ക് ആവശ്യമില്ല ഏടിയാന്ന് വെച്ചാൽ ആ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് ഇട്ട് കൊടുത്ത് ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലില്ലേ ഈ സ്റ്റക്കാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് സ്റ്റാൻഡ് എവിടെയെങ്കിലും പോയിട്ട് തട്ടുന്ന അവസരത്തിൽ ഇത് പുറകിലോട്ടേക്ക് വരും. ആ സമയത്ത് ഇത് ഇവിടെ മണ്ണെല്ലാം കയറി ചളിയെല്ലാം കയറി ഇതിൽ കട്ട കെട്ടി ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിങ്ങനെ വണ്ടി തിരിഞ്ഞു പോകുന്നത്. ആ സമയത്ത് എവിടെയെങ്കിലും ചെറുതായിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പുറകിലോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു അപകടം സംഭവിക്കില്ല. അപ്പോൾ ഇതിനെന്താ കൊണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതുപോലെ ഒരു ക്യാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഈ ജോയിൻറ്റിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രശ്നം പെട്ടെന്ന് സോൾവ് ആക്കാൻ പറ്റും. ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യങ്ങളിൽ ചെയ്താൽ മതി. കണ്ടോ, ഇത് നമ്മൾ ഓയിൽ അത്യാവശ്യം ഇടുന്നത് കൊണ്ടാണ് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. ചിലത് നമ്മളെന്നാൽ ആ ബൈക്കിൻ്റെ നമ്മൾ പോയി നോക്കുമ്പോൾ ഈ സാധനമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അതുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതെവിടെയെങ്കിലും പോയിട്ട് ടച്ച് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഇത് പുറകിലോട്ടേക്ക് വരും. അതാണ് അതിൻ്റെ ഒരു ഫിറ്റിങ്സിൻ്റെ ഒരു രീതി. അങ്ങനെ തന്നെയാണ്. ഉണ്ടോ, ഒരു ഭാഗം ടേപ്പറായിട്ടില്ലതാണ് ഇതിൻ്റെ ഫിറ്റിങ്സ്. ഉണ്ടോ. അതുപോലെ ഒന്നാണ് ബ്രേക്കിൻ്റെ ക്യാമ് പിടിച്ചു പോയിട്ട് നമ്മൾ ചില സമയത്തിൽ ഇത് സ്റ്റക്കായിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബാക്ക് വീല് ഇതേപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് പോകും. ആ സമയത്തും ഇതുപോലെ അപകടം സംഭവിക്കും. അതിനെന്താ, ഇതുപോലെ ബ്രേക്ക് ക്യാമിൻ്റെ ഭാഗത്ത് ക്യാമ് പിൻ്റെ ആമിൻ്റെ സൈഡിൽ ഇതുപോലെ ഓയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബുഷ് കൊടുത്ത് ഒഴിവായി കിട്ടും. ഇത് ബ്രേക്ക് ക്യാമിൻ്റെ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ മണ്ണ്, അതുപോലെ തന്നെ ഇത് ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് തുരുമ്പ് എല്ലാം വരും. അപ്പോൾ ഇത് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസാവില്ല. ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമ് ഇതുപോലെ പിടിച്ചായിട്ട് നിൽക്കും. അപ്പോൾ ബ്രേക്ക് ഉള്ളിൽ നിന്ന് പിടിക്കുകയും ചെയ്യും. നമ്മളെ വാഹനത്തിൻ്റെ സ്പീഡ് എൻജിൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. ആ സമയത്താണ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് പോവുക. പ്രത്യേകിച്ചും ചരൽ
അതുപോലത്തെ മണ്ണ് ഇതിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് മറിയാനും സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ ഫ്രണ്ട് വീലിലും ഇട്ട് കൊടുക്കണം. ഫ്രണ്ട് വീലിൻ്റെ കേമാണിത്. എന്തുവാ നിസ്സാരമാണ്. നമുക്കൊരു ആഴ്ചക്ക് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സേഫ്റ്റി നമുക്ക് നിലനിർത്താൻ പറ്റും. ഫുഡ് റെസ്റ്റിനിടുക. ഇതെല്ലാം നമ്മൾ ആരെങ്കിലും ബാക്കിലേക്ക് ഇരിക്കാൻ നോക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ക്ലച്ച് ബ്രേക്കിൻ്റെ ഇതുപോലെ കേബിളിൻ്റെ ജോയിൻറ്റിൽ ഇത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്രണ്ട് ബ്രേക്ക്, ഈ ബൂട്ട് കുറച്ച് പുറകിലോട്ട് ഇറക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് കേമിൻ്റെ യോക്ക്, അതുപോലെ തന്നെ ബുഷ്, ഇതിൻ്റെ ബ്രേക്ക് കേമിൻ്റെ തന്നെ താഴെ വരുന്ന ബുഷുണ്ട്, പെഡലിൻ്റെ താഴെ വരുന്ന ഭാഗം എന്താ, പിന്നെ കിക്കർ, ഇതെല്ലാം കുറച്ച് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും. നമ്മളിത് ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ റിട്ടേൺ പോവും, അങ്ങോട്ടേക്ക് പോവും. അടുത്തത് കുറച്ച് ചെയിന് ഓയിൽ കൊടുക്കുക. ഇതുപോലെ ഇത് എടുത്തു കഴിഞ്ഞാൽ, കവർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെയിന് കാണും. ആ ചെയിന് ഓയിലിട്ട് കൊടുക്കുക. പക്ഷേ ന്യൂട്രാക്കിയിട്ട് വീല് കറക്കുക. ഇതുപോലെ കറക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ഓയിലെത്തും. ഇതേപോലെ തന്നെ സ്കൂട്ടറിനും ഇതെല്ലാം കണ്ടത്. അപ്പോൾ ഇപ്പം ബാക്കിൽ ആരെങ്കിലും കയറാൻ നോക്കുമ്പോൾ ഇതൊന്നും വർക്കാകുന്നുണ്ടാവില്ല. എന്തുവാ ഇതെല്ലാം ഓയിൽ ഇടക്ക് ഓയിൽ ചെയ്യുന്നതുകൊണ്ടാണിത് അത്ര ടൈറ്റ് ഇല്ലാത്തത്. എന്തോ നമ്മൾ ചില സ്കൂട്ടറിൻ്റെ എല്ലാം കണ്ടില്ലേ, ബാക്കിൽ ആരെങ്കിലും ഇരിക്കാൻ നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ജോയിൻ്റ് വരുന്നിടയ്ക്കെല്ലാം ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. നമ്മളെ അശ്രദ്ധ കൊണ്ട്, ഓർമ്മക്കുറവ് കൊണ്ട് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റും. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം വന്നത്. അപ്പോൾ ഒരു ഓയിൽ ക്യാൻ മേടിക്കുക, കുറച്ച് ഓയിലും മേടിക്കുക. ഇതേപോലെ ആഴ്ചക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബ്രേക്ക് പ്രധാനമായിട്ടും ബ്രേക്ക് പിടിക്കുന്നത്, അതുപോലെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു പ്രശ്നം, ഇത് രണ്ടും ചില സമയത്ത് വലിയ അപകടം ഉണ്ടാക്കുന്ന സംഭവമാണ്. അത് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.